തസ്മൈ ശ്രീയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു തുടങ്ങുന്ന മുമ്പേ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇത് പറയാൻ ഞാൻ അർഹയാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ ഞാൻ അർഹയാണോ എന്നൊന്നും ഇല്ല കേട്ടോ. ഇത് സത്യം പറഞ്ഞ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുന്നത് വിനാശകരമായ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കൊറോണ വന്നപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു പ്രതിരോധിക്കാൻ നമുക്ക് മാസ്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈസേഷനോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക അകലം അങ്ങനെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇതെന്തോ ചുമ്മാ വിളക്കുന്നുണ്ട്. ഓക്കെ, കൊള്ളാത്ത കാര്യം, അതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ ഇതിന് സത്യം പറഞ്ഞാൽ പ്രതിരോധിക്കാൻ ഒരു സംഗതി ഇവിടെ ഇല്ലെന്നേ. ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലും നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സാമൂഹികമായി പടരുന്ന ഈ വിപത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്ത്രീജന്മം പുണ്യജന്മങ്ങളെ കുറിച്ചാണ്. എല്ലാ പുണ്യജന്മങ്ങളെ കുറിച്ചല്ല, ചില പ്രത്യേകതരം കാറ്റഗറിയിലുള്ള പുണ്യജന്മങ്ങളെ കുറിച്ചാണ്. അതായത് ഒരു നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടോ എങ്ങനെയാണെങ്കിലും അതൊരു മോശമായിട്ടുള്ള രീതിയിലാണ് എന്നോട് ആ നോക്കുന്നത്, അല്ലെങ്കിൽ ആ മെസ്സേജിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് അവനവന് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനെ മനഃപൂർവ്വമായി പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ സമൂഹത്തിൽ എന്ത് പേര് പറയും? ഇപ്പൊ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു എന്താ പറയുന്നത് മെസ്സേജ് ചെയ്യുമ്പോഴത്തേനും അതിൽ കുറെ ലിസ്റ്റ് കാണുമല്ലോ. ഒരു ഹായ് എന്ന് എല്ലാവർക്കും ടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നീ കഴിച്ചോ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, നീ സുന്ദരിയാണെന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അവർക്കതത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ കാണുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ചാണ് ഇവരും പറയുന്നത്, അത് മോശമായിട്ടുള്ള രീതിയിലാണല്ലോ, അല്ലെങ്കിൽ അത് ഒരു വശപ്പിശകാണല്ലോ എന്ന് ചിന്തിച്ച് അതിനെ അപ്പം നമുക്ക് ബ്ലോക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ അവരുമായിട്ട് പിന്നെ മേലിൽ കോണ്ടാക്ട് ചെയ്യണ്ടല്ലേ. അങ്ങനെയാണ് നല്ല കുടുംബത്തിലെ സ്ത്രീകൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്ത് എല്ലാ രീതിയിലും അവരെ കൊണ്ട് ഇവര് കാര്യം കാണും. സുന്ദരിയാണ്, മറ്റതാണ്, മറിച്ചാണെന്നൊക്കെ പറയുകയാണല്ലോ. അപ്പം ചേട്ടാ നിങ്ങൾ കഴിച്ചോ, കിടന്നോ, ഉറങ്ങിയോ എന്നൊക്കെ ആയിരിക്കും ഇവർ തിരിച്ച് അങ്ങോട്ട് ചെയ്യുന്നത്, മീൻസ് മെസ്സേജ് ചെയ്യുന്നത്. അതിൽ നിന്ന് തുടങ്ങിയായിരിക്കും എല്ലാത്തിലും പോയി നിൽക്കുന്നത്. അപ്പം ഇത് അപ്പുറത്തിരുന്ന് മെസ്സേജ് അയക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു കുടുംബം കാണും. ചിലപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കും ഇവരും ഇത് ചെയ്യുന്നത്. എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോട്ടിൽ പാറ്റ വാരി ഇടുന്ന പരിപാടി ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു മനസമാധാനമായിരിക്കും, പക്ഷെ സമൂഹത്തിൽ നിങ്ങൾക്കൊക്കെ പുച്ഛ വിലയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വില കുറഞ്ഞ ആൾക്കാരെ പുറകെ നടക്കാൻ ഒരുപാട് പേര് കാണും. ഒരാൾക്ക് ഒരാൾ പോര്, എന്തിനാ ഒരുപാടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. കുഴി വെട്ടാൻ വരുന്നവരെ പോലും കരയിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ജനിച്ച് മരിക്കേണ്ടതെന്ന്. അത്രയൊന്നും ഇല്ലെങ്കിൽ കൂടെയും മറ്റുള്ളവരെ മനസമാധാനം കളയാതെയും ഇച്ചിരി കണ്ണിൽ ചോരയോടുകൂടിയൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആണും പെണ്ണും ശ്രമിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ എളിയ അഭ്യർത്ഥന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങളും ജനിച്ച് മരിക്കും, ഏതോ പട്ടി ചത്ത വില നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മരിക്കാൻ നേരമല്ലേ, അതങ്ങ് പോട്ട് എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ വീണ്ടും എനിക്ക് പറയാനുണ്ട്, നിങ്ങൾക്കും ഒരു തലമുറ ഉണ്ടെങ്കിൽ അവരും നിങ്ങളുടെ പേരും പറഞ്ഞ് അനുഭവിക്കേണ്ടി വരത്തില്ലേ? ഇല്ലേ? ഇന്ത്യക്ക് വേണ്ടിയോ കേരളത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ആ സമയത്ത് കൊടുക്കൂ. അല്ലാതെ ഇങ്ങനെ അയ്യോ ഞാൻ അവരുടെ കുടുംബം കലക്കിയതാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആ ചേട്ടനെ കറക്കിയതാണ്, ഇല്ലെങ്കിൽ ഞാൻ ഈ ചേട്ടനെ കറക്കിയതാണ്, അല്ലെങ്കിൽ ചേട്ടന്മാരാണെങ്കിൽ ഈ ചേച്ചി കറക്കിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാരും നിങ്ങൾക്ക് വില തരും? ഒന്നുമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ പൊന്ന് ചേട്ടന്മാരെ ചേച്ചിമാരെ നന്നായിട്ടിരിക്കൂ, മനസമാധാനത്തോടിരിക്കൂ, നിങ്ങളുടെ കുടുംബത്തിന് തന്നെ വാല്യൂ കൊടുത്ത് മുന്നോട്ട് പോകൂ. സമൂഹം നിങ്ങൾക്കൊരു വില തരും, ഇല്ലെങ്കിൽ പട്ടി വില. അപ്പോൾ ശരി, മറ്റു സബ്ജക്റ്റുമായി ഇനിയും കാണാം തത്സമയ ശ്രീയിലൂടെ. അതുവരെ ബൈ ബൈ.